തന്നെ. വാ അടക്കടി കുരുപ്പേ. അവളുടെ ഒരു നാട്ടു നിനക്കല്ലേ ഞാൻ എടുത്തോണ്ട് വരണ്ടേ. കണ്ടും രണ്ടും തുടങ്ങി. എന്താ ഈ പിള്ളേരിങ്ങനെ? എന്താടാ ഗൗതം, കുഞ്ഞു പിള്ളേരെ പോലെ രണ്ടു കൂടെ ഞാൻ അടിവെക്കുന്ന? അമ്മ ഞാനല്ല അവളാ. ഞാനൊന്നുമില്ല, അമ്മയുടെ മോൻ തന്നെയാ. വരാണ്ടിരിക്കുന്ന എന്നെ ബെഡിൽ കിടന്നൊരു ഒറ്റ ഇടല്. എന്റെ നാട്ടം വേദനിക്കുന്നമ്മ. നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ ഗൗരി? അന്ന് എന്റെ പുറത്തേക്ക് നീ ഒരു ചവിട്ടിയില്ലേ? നിനക്ക് അങ്ങനെ തന്നെ വേണടി. അപ്പൊ മമ്മ പറയുന്നത് ശരിയാണല്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കർമ്മ കർമ്മ. ആ അത് ഞാൻ നിനക്കിട്ട് നോങ്ങി വച്ചതാടി. എന്റെ കൊച്ചിന്റെ മുതുകത്തിട്ടു അവളുടെ മുങ്ങടി ചവിട്ടു. ഗൗതം, എന്താടാ നിനക്ക്? നീ പോയി താഴേക്ക് പോ. ആ ഞാൻ പോയേക്കാം. അമ്മ ഒരു കാര്യം ചെയ്യേ, ഈ കാലിലെ മസാജൊക്കെ കഴിഞ്ഞിട്ടേ കുറച്ചെങ്കിലും ബുദ്ധി വരാനുള്ള വല്ല ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്ക്. മോനു, നീ ഇതെങ്ങോട്ടാ? അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡാഡി വിളിച്ചിരുന്നു. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. അമ്മ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലു. പതിയെ സമയം കടന്നുപോയി. തറവാടിന്റെ മുന്നിലായി ആളുകൾ കൂടി. ആ ദിവസം പതിയെ കടന്നുപോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വീട്ടിൽ മൗനം തളം കെട്ടി. മുത്തശ്ശിയുടെ വേർപാട് എല്ലാവരെയും മൗനത്തിലാഴ്ത്തി. കുറച്ചു നാളുകൾ മാത്രമാണ് തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഗൗരിക്ക് അത്രയും പ്രിയപ്പെട്ടവരിൽ ഒരാളായിരുന്നു മുത്തശ്ശി. ദിവസം കഴിയുന്തോറും മൗനക്കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങി. കഴിച്ചു കഴിഞ്ഞു വച്ചാ. കാല് നല്ല വേദന ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ കുഴമ്പിട്ടരാം. വേണ്ട മോളെ, എനിക്കിപ്പോ വേദനയൊന്നുമില്ല. നിങ്ങൾ ചെല്ല്, ഞാൻ കിടക്കട്ടെ. നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛൻ കിടന്നോട്ടെ. അമ്മ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുവാട്ടോ. ഒരുപാട് നേരം നിൽക്കണ്ട, പെട്ടെന്ന് വന്നേക്ക്. സന്ധ്യക്ക് മുന്നേ ഇങ്ങ് പോരാ നോക്ക് കേട്ടോ. അവർ രണ്ടുപേരും വരുന്നില്ലേ? ഏട്ടാ, ഞാൻ ഇന്നില്ല കേട്ടോ. പീരീഡ്സിന്റെ വേദന കാരണം വൈകി ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ല. ഞാൻ റെഡി, പോവാ നമുക്ക്. പോകുന്നൊക്കെ കൊള്ളാം. കാരക്കാര് രണ്ടും കൂടെ അടി വെക്കരുത് കേട്ടല്ല. മമ്മ, അതിന് ഞാനല്ലല്ലോ അടി വെക്കാൻ പോകുന്നേ. അല്ല ഞാനാ. നീ വരുന്നെങ്കി വാ. രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി എന്ന് കണ്ടതും മാഹി ഒരാൾക്ക് കോൾ ചെയ്തു. ഹലോ, യാ ടെൽ മീ.
താങ്ക് യു മിസ്റ്റർ. എടാ, നീ എങ്ങനെയാ പോകുന്നേ? അറിയില്ലടാ, ഞാൻ ഗൗതമിനെ ഒന്ന് വിളിക്കട്ടെ. ആ, ഗൗതമെന്നോ? നീ അങ്ങനെയാണോടി വിളിക്കുന്നേ? അല്ലാതെ പിന്നെ എനിക്കൊന്നും വയ്യ ഗൗതമേട്ടാന്നും പറഞ്ഞ് പിന്നെ നടക്കാൻ. നീ ഒരു കാര്യം ചെയ്യാ, എന്റെ കൂടെ വാ. അതൊന്നും വേണ്ട, നീ പൊക്കോ, ഞാൻ ഗൗതമിനെ വിളിച്ചോളാം. ബൈ, സീ യു ടുമോറോ. രാവിലെ എന്റെ അടുത്ത് കളിപ്പായിരുന്നു, ഇനി എന്റെ കൂടെ കണ്ട എടുക്കോ എന്തോ. എന്തായാലും വിളിച്ചു നോക്കാം. ഇതേ സമയം ഗൗതമിന്റെ ഓഫീസിൽ. ജിതിനെ, നിന്റെ ഫോണിങ് തന്നെ. എന്തിനാടാ? ഗൗരി ഒന്ന് വിളിക്കാനാ. കുഞ്ചസ് ഒന്നും പോയില്ല, അവൾ തനിച്ചേ ഉള്ളൂ. നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ടൈം ആവും. അവിടുത്തെ ഒന്ന് വിളിച്ച് പറയാനാ. നീ ആ ഫോണിങ് ഇതാ. അതിന് എൻ്റെ ഫോൺ എന്തിനാ? നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ പോരെ? എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് ശരിയാവില്ല. നീ ആ ഫോണിങ് തന്നെ. ദാ വിളി. ഗൗരി ഗൗതമിനെ വിളിക്കാൻ നിൽക്കവേ ജിതിൻ ബ്രോ എന്ന സേവ് ചെയ്ത നമ്പറിൽ നിന്നും ഒരു കോൾ വരുന്നു. ഹലോ ജിതിനേട്ടാ, ആ കുരങ്ങനോട് എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ പറ. സോറി ജിതിൻ ബ്രോ, ഞാൻ വിചാരിച്ചു ഗൗതമായിരിക്കുമെന്ന്. ഹാ, ഇറ്റ്സ് ഓക്കെ. വൈകില്ലെന്ന് അവൻ ഇപ്പോഴാ പറഞ്ഞ. നീ തനിച്ചെങ്ങനെയാ ബസ്സിന് പോവാ? ജിതിൻ ബ്രോ ഇങ്ങനെ ചോദിച്ചല്ലോ, ഇവിടെ ബസ് എന്ന് പറയുന്നത് ഉണ്ടോ? ഞാൻ ഇവിടെ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു, ഇവിടെ ഒന്നും കാണാനില്ല. ഞാൻ ഇവിടെ തനിച്ചാ. ഗൗരി, ഹലോ ഹലോ ഗൗരി. ഹലോ ഗൗരി. ഡാ ജിതിനെ, വാട്ട് ഹാപ്പൻ? എടാ ഗൗരി, അവളെ ആരോ. നീ വാ. കിട്ടിയോടാ? ലൊക്കേഷൻ ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. ഓക്കേടാ, താങ്ക് യു. ഇങ്ങോട്ട് നോക്കടി, ഓർമ്മയുണ്ടോ നിനക്കെന്നെ? നിനക്കെന്നെ ഓർമ്മയില്ലേലും നിന്റെ ഡാഡിക്കെന്നെ നന്നായിട്ട് ഓർമ്മയുണ്ടാവും. പട്ടി ആട്ടുന്ന പോലെയല്ലേ അയാൾ എന്നെ ആട്ടി ഇറക്കിയത്. ഒന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നേടിയെടുക്കൂല. ഓ ദിസ് വരണം. എന്താ ഇത്ര ലേറ്റ് ആയത്? ഗൗതം, ഇതെനിക്ക് വിട്ടേക്ക്. നീ ചെല്ലാൻ നോക്ക്. മോനെ, വേണ്ടെന്ന് വെക്കുമ്പോ തലേ കയറി നരങ്ങുവാണോ നീ? ഗൗരി, മോളെ ഗൗരി. Let's stop, Mr. Gautam. ഗൗരി മോളെ. Stay back. നോ.
ഏതാ നീ എന്താണ് നേരത്തെ പറഞ്ഞ നിനക്കെന്നെ വേണമെന്നല്ലേ എന്താ ചേച്ചി അത് നീ നേടിയെടുക്കുന്നല്ലേ ഡി പനി മോളെ കൈയെടുക്കടാ പെട്ടി. ഗൗരി ഗൗരി മാറ്. മാറി നിൽക്കടി. ഗൗരി ഗൗരി ആ ബെസ്റ്റ് തന്ത. നീ എവിടെ നിൽക്കുന്ന വല്ല ഓർമ്മയുണ്ടോ? നോ നോ ജിതിൻ. ഗൗരി മോളെ, എടാ ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നീ എടുക്ക്.